ഈ തേങ്ങാബണ്ണ് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഒരു തേങ്ങാബണ്ണിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതല്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുക. 1 കപ്പ് തേങ്ങ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1 ടേബിൾ സ്പൂൺ എള്ള്, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിൽ 3 മുട്ട, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാൽ, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് വേണം. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്നിങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനേ. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മുകളിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് തന്നെ ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ മുക്കിയെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ആദ്യം തന്നെ അടിഭാഗത്ത് വേറെ ഏതെങ്കിലും ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ബ്രെഡ് മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാബന്ന് റെഡി. ട്രൈ ചെയ്ത് നോക്കിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.